ഫെബ്രുവരി 28 ബുധനാഴ്ച. മത്തായി 20:17 മുതൽ 28 വരെ വാക്യങ്ങൾ. ഒരു ദിവസം ആളുകളെ എങ്ങനെ പ്രലോഭനങ്ങളിലേക്ക് ആകർഷിക്കാമെന്ന് സാത്താൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ ഒരു സന്യാസിയായി സ്വയം വേഷം ധരിച്ചു. ലിബ്യൻ മരുഭൂമിയിൽ ഏകാന്തതയിൽ കഴിയുന്ന സന്യാസിയായ അന്തോണീസിനെ സമീപിച്ചു. ഒരു പ്രധാന ദൂതനെ പോലെ കൈകൾ ഹൃദയത്തിന് കുറുകെ കെട്ടി അന്തോണിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. സന്തോഷിക്കൂ സഹോദര, ഞാൻ നിങ്ങൾക്കൊരു നല്ല വാർത്ത കൊണ്ടുവരുന്നു. അലക്സാൻഡ്രിയ നഗരത്തിലെ നിങ്ങൾ നഗരത്തിൽ ഉപേക്ഷിച്ചു പോയ നിങ്ങളുടെ സഹോദരൻ അവിടെ പേട്രിയാർക്കായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അന്തോണിയുടെ ചുണ്ടുകളിൽ ഒരു ഇരുണ്ട ചുളിവും അസൂയയും ഉടലെടുത്തു. മാസ്റ്റർ പ്രലോഭനായ പിശാച് തൻ്റെ അനുയായികൾക്ക് നൽകിയ ഉപദേശം ഇതാണ്: അസൂയ വിശുദ്ധരായ ആളുകളെ പ്രലോഭനത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ട്രംപ് കാർഡ് ഇതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് സെബദിയുടെ പുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് നാം കാണുന്നു. തൻ്റെ പുത്രന്മാർ യേശുവിനോടൊപ്പം അവൻ്റെ രാജ്യത്തിൽ ഇരിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ഒരാൾ അവൻ്റെ വലത്തും മറ്റേയാൾ ഇടതുവശത്തും ഇരിക്കണമെന്ന് അവൾ യേശുവിനോട് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് മറ്റ് അപ്പോസ്തലന്മാരും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ അമ്മയുടെ അഭ്യർത്ഥനയോട് അവർ എങ്ങനെ പ്രതികരിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്താണ് ഇവളുടെ മക്കൾക്ക് ഇത്ര പ്രത്യേകതയുള്ളത്? അവരിൽ പലരും ഈ രണ്ടുപേരേക്കാൾ കൂടുതൽ കാലം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെബദിയുടെ ഭാര്യ തൻ്റെ മക്കൾക്ക് വേണ്ടി പറഞ്ഞ കാര്യം അവരെ രോഷവും അസൂയയും ഉളവാക്കാൻ ഇടയാക്കി. തൻ്റെ ശിഷ്യന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ യേശു ഈ സന്ദർഭം ഉപയോഗിച്ചു. അവരെല്ലാം വിളിച്ചുകൂട്ടി അവരുടെ വിളിയും അധികാരവും ആരുടെ മേൽ അധികാരം ചുമത്താനല്ല എന്ന് പറഞ്ഞു. പകരം അവരുടെ പ്രാഥമിക ശ്രദ്ധ പരസ്പരം സേവിക്കുന്നതിലും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലും ആയിരിക്കണം. അവരുടെ ശുശ്രൂഷയ്ക്ക് ശരിയായ പ്രചോദനം ഉണ്ടായിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. അധികാരത്തിനും അംഗീകാരത്തിനും വേണ്ടി ആയിരിക്കരുത് അത്. അവിടുത്തെ വചനം പ്രസംഗിക്കുകയും ജനങ്ങളെ സേവിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം അവരുടെ ശുശ്രൂഷ. നമുക്കുണ്ടാകുന്ന പ്രചോദനങ്ങൾ പലപ്പോഴും ശരിയാകണമെന്നില്ല. മറ്റൊരാൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യുകയാണെന്ന് വിശ്വസിച്ച് നമുക്ക് സ്വയം വിഡ്ഢികളാകാൻ സാധിക്കും. കാരണം നമ്മുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം അത് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ലഭിച്ചേക്കാം എന്ന് കരുതിയിട്ടാകാം. ഒരു നന്ദിയുടെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നതിന് പകരമായിട്ട് എനിക്കെന്തെങ്കിലും ലഭിക്കുന്നത്, ഇതൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മിൽ വരുന്ന ആഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റൊരാളെ എത്ര നന്നായി സേവിക്കുന്നു എന്നത് നമുക്ക് നീതിയും സന്തോഷവും അനുഭവപ്പെടുമ്പോഴാണ്. മറ്റൊരാളെ പരിപാലിക്കാനും സഹായിക്കാനുമുള്ള നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാണ് സേവനം ഒഴുകേണ്ടത്.
യഥാർത്ഥ സേവനം അധികാരത്തിനോ പ്രശംസയ്ക്കോ വേണ്ടിയല്ല. മറ്റൊരാൾക്ക് നമ്മുടെ സേവനമോ സഹായമോ നമ്മളിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അവരിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണം. എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവവുമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.